അങ്ങനെ ഒരു സൈക്കിൾ അങ്ങനെ 3-4 സൈക്കിൾ മാറുന്നുണ്ട്. പിന്നെ ഒരു 10th കഴിയാറായപ്പോഴത്തേക്ക് ഞാൻ റേഞ്ചസ് ഗിയർ കൂട്ടിയുള്ള സൈക്കിളാണ്. അതെനിക്ക് ആ സൈക്കിൾ തൊട്ട് പിന്നെ ഇങ്ങോട്ട് എൻ്റെ കയ്യിലുള്ള വാഹനങ്ങളൊക്കെ റെഡാണ്. അത് ശരിക്കും റെഡ് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് കളർ. ലക്ഷ കളറൊന്നും എനിക്ക് വിശ്വസിക്കുന്ന കളറാണ് റെഡ്. പക്ഷേ ഈ വാഹനങ്ങൾ എടുത്തത് ഒരിക്കലും ഞാൻ റെഡിന് വേണ്ടി പോയി എടുത്തതല്ല. അങ്ങനെ വന്നു പോയത് സൈക്കിൾ എടുത്തത്. ബൈക്ക് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത് പൾസറാണ്. കോളേജിലായിരുന്നു. ആ സമയത്ത് അത് എനിക്ക് കറങ്ങി കുറേ കളർ നോക്കി അവസാനം തിരക്കുകയും ചെയ്തത് വാങ്ങിയത് കണ്ടാണ്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ എല്ലാ ആക്സിഡൻ്റാണ് ഞാൻ ആദ്യം ഉപയോഗിച്ച് കാണുന്നത്. പിന്നെ എനിക്ക് ലൈസൻസ് ലൈസൻസ് എടുത്തതിന് തന്നെ ആ സമയത്ത് തന്നെ എനിക്ക് ലൈസൻസ് എടുത്തത്. അപ്പോൾ അന്ന് തൊട്ട് ആ വണ്ടി ഓടിക്കാൻ ശരിക്കും ആക്സിഡൻ്റ് തന്നെ കാർ ആദ്യം വീട്ടിലെടുത്തതിന് ശേഷം അത് ഏറ്റവും കൂടുതൽ ഓടിച്ചിട്ടുള്ള ഞാൻ തന്നെയാണ് പറയാം. അത് ഒരുപാട് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചതിലാണ്. ഡ്രൈവിംഗ് നന്നായിട്ട് എനിക്ക് ഒരുപാട് ലോങ് ഡ്രൈവ് ചെയ്തിട്ടുള്ളതിലാണ്. ആ വണ്ടിയാണ് ശരിക്കും എന്നെ സംബന്ധിച്ച് എൻ്റെ ഡ്രൈവിംഗ് ഒരു ഗുരു എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെയുള്ളതാണ്. ആദ്യമായിട്ട് ഞാനായിട്ട് വാങ്ങിച്ച വാഹനം ഇത് തന്നെയാണ് സ്കോർപ്പിയോ. ഇത് മസ്ലർ എന്ന് പറഞ്ഞ മോഡൽ. സ്കോർപ്പിയോ മസ്ലർ എന്ന് പറഞ്ഞപ്പം 3 വർഷമായിട്ട് ഞാൻ ആദ്യമായിട്ട് എൻ്റേതായിട്ട് വാങ്ങിച്ച വാഹനങ്ങളാണ്. അത് ശരിക്കും എനിക്ക് വാഹനങ്ങളോട് ഇഷ്ടമാണ്. എനിക്ക് ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഈ കളർ ശരിക്കും ഈ റെഡ് കളർ ഇപ്പോൾ ഞാനത് പറ്റിച്ചൊരു 10-15 കാഴ്ച ഉണ്ടായിരുന്നു. അതിലേക്ക് റോഡിൽ പോയി. പക്ഷെ എനിക്കൊന്നും ഈ സ്കോർപ്പിയോയായിട്ട് മാത്രമാണ് അത് ഒരു പരിക്കും പറ്റാണ്ട് രക്ഷപ്പെട്ടത്. എനിക്കൊന്ന് സ്കോർപ്പിയോയുടെ ഒരു സ്ട്രോങ്നെസ് കൊണ്ടാണ് എനിക്കൊന്നും സീറ്റ് ബെൽറ്റ് ഇട്ടതും ഒരു സേഫ് ആവാൻ ഏറ്റവും കാരണം വണ്ടി മറിഞ്ഞ സമയത്തൊന്നും സീറ്റ് ഞാനത് ശരിക്കും അതിൻ്റെയൊക്കെ